പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 8 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള
ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവർ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതിലൊക്കെ പിടികിട്ടാത്തവർ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവർ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും എന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശീർവദിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ ഇപ്പോൾ ഇവിടെ ഞാൻ 2010 വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയി. ജോർദാനിൽ ഇറങ്ങി ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലിൻ്റെ അതിർത്തിയിലേക്ക് പോകാനുള്ള യാത്രയാണ്. അപ്പോൾ മൊവാബ് മലയുടെ മുകളിൽ വന്ന് മൊവാബ് മലയുടെ താഴ്വരകളിൽ ആണ് മോസസിനെ അടക്കിയിരിക്കുന്നത്. എവിടെയാണെന്ന് അടക്കിയിരിക്കണമെന്ന് അറിയത്തില്ല. താഴ്വരയിൽ എവിടെയാണ് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല മോസസിൻ്റെ ശവകുടീരം. അപ്പോൾ അവിടെ പക്ഷേ ഈ മൊവാബിൻ്റെ മലയിൽ, ആ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് നോക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വാഗ്ദാന നാട് കാണാം. നമുക്ക് മോസസ് അവിടെ നിന്നാണ് വാഗ്ദാന നാട് കണ്ടത്. അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്ത് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ ഒത്തില്ല. പക്ഷെ അവിടെ വെച്ച് ആ മൊവാബിൻ്റെ ആ മരുഭൂമി പ്രദേശത്ത് വെച്ച് ഒത്തിരി പേര് ഈ ആഗ്നേയ സർപ്പങ്ങൾ കൊത്തി, അതെല്ലാം മോഹാലസ്യപ്പെട്ടു. കുറേ പേര് മരിച്ചു, കുറേ പേര് മോഹാലസ്യപ്പെട്ടു. ഈ മോഹാലസ്യപ്പെട്ടവരെല്ലാം മോസസ് കണ്ണീരോടെ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, ആഗ്നേയ സർപ്പങ്ങൾ, മരുഭൂമിയിലെ തീപ്പാമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അണലിയാണ് സാധനം. അതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ബാനുവൽ പ്ലാന്റൊക്കെ കാണാം. അതിങ്ങനെ ഉടൽ കൊണ്ട് ഇങ്ങനെ വിറപ്പിച്ച് അത് മണ്ണിൽ പൂണ്ടിരിക്കും. മണ്ണ് വന്നുമ്പോൾ അതിൻ്റെ മൂക്ക് കാണുന്ന മാത്രം ഇതിൻ്റെ മുകളിൽ കാണും. മണ്ണിൻ്റെ നിറമായതുകൊണ്ട് നമ്മൾ കാണത്തില്ല. നമ്മൾ അടുത്തേക്ക് പ്രാണികളും പക്ഷികളൊക്കെ ചെല്ലുമ്പോൾ അത് പിടിച്ച് തിന്നും. മനുഷ്യരാണെങ്കിൽ അതിനെ കൊത്തും. ആഗ്നേയ സർപ്പങ്ങളിങ്ങനെ ഇവരെല്ലാം കൊത്തി. അപ്പം നേരത്തെയും ഈ ആഗ്നേയ സർപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കൊത്തിയിട്ടില്ലായിരുന്നു. ഇവർ ദൈവത്തിനെതിരെ പിറുപിറുത്ത ആൾക്കാരെയാണ് കൊത്തിയത്. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് മോഹാലസ്യപ്പെട്ട്. മോസസിന് മനസ്സിലായി ഇത് അവസാനം വാഗ്ദാനമായിട്ട് ചെല്ലുമ്പോൾ ആളുണ്ടാകത്തില്ലെന്ന്. മോസസ് സങ്കടത്തോട് ദൈവത്തോട് പറഞ്ഞു, ആഗ്നേയ സർപ്പം ഒത്തിരി പേര് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ മോസസ് മനസ്സിലായി ഇനി ദൈവക്രോധമാണ് വന്നിരിക്കണത്, പിറുപിറുത്തന്മാരെല്ലാം തട്ട് കിട്ടുമെന്നുള്ള മോസസിന് ഉറപ്പായി. അപ്പോൾ മോസസ് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ നീ കൊന്നേര്, ഈ ജനങ്ങളെ ഇവിടെ മരുഭൂമി നമ്മൾ രക്ഷയുടെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞല്ല നീ എൻ്റെ നേതാവാക്കിയത്. അവസാനം നിന്നെ ആക്ഷേപിക്കുകയും ചെയ്യണം. ഞാൻ പിന്നെ ജീവിച്ചതിൻ്റെ കാര്യമില്ലെന്നൊക്കെ മോസസ് ദൈവത്തോട് ഇങ്ങനെ ഇൻട്രാക്ട് സംസാരിക്കും. അപ്പോൾ മോസസിനോട് പറയും, നീ ഒരു പണി ചെയ്യും, ഒരു പിത്തള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കുക. സർപ്പദംശനമേറ്റ ആൾക്കാർ അതിനെ കാണുമ്പോൾ അതൊരു വടിയിൽ ഉയർത്തി നിർത്തണം. അതിനെ കണ്ടാൽ സർപ്പദംശനം വന്ന ആൾക്കാർ രക്ഷഭാഗ്യം ഒരു മീഡിയ ഉപയോഗിച്ചതാണ്. ദൈവത്തിന് വേണമെങ്കിൽ സാരമില്ല, ഞാൻ കൽപ്പിക്കുന്നു, ദംശനമേറ്റ ആൾക്കാരെല്ലാം ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കാനേ ഉള്ളൂ. അപ്പം ദൈവം അവിടെ ഒരു ദൃശ്യമായ മനുഷ്യനെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ദൃശ്യമായൊരു അടയാളങ്ങൾ കാണിച്ചു. ഇപ്പം നമ്മൾ കാശുരോഗ ധരിക്കണ ആ ഉദ്ദേശത്തിലാണ്. ഒരു അടയാളമായിട്ടാണ് വിശ്വാസത്തിൻ്റെ അടയാളം. വിശ്വാസത്തിൻ്റെ പലതരത്തിലുള്ള അടയാളം കൊണ്ട് അതിൽ ഒരു അടയാളമാണിത്. അവിടെ പക്ഷേ ഇത് അതിമനോഹരമായിട്ട് കുരിശേൽ, ഈ പാമ്പ് ബ്രാസ് കൊണ്ട്, പിത്തള കൊണ്ട് ഒരു വലിയ പാമ്പ് ഈ കുരിശേൽ ഇങ്ങനെ പൊളഞ്ഞ് മറിഞ്ഞ് കിടക്കണത് അവിടെ ഒരു ഭയങ്കര രൂപമുണ്ട്. നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും. നല്ല രസമാണ്.
അതിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് മോശം മരിക്കുകയും ചെയ്യും, മോശത്തിന് ആ താഴ്വര അടക്കുകയും ചെയ്യും. പിന്നെ ജോഷുവയാണ് ഇവരെയും കൊണ്ട് പടിഞ്ഞോട്ട് പോണത്. പടിഞ്ഞോട്ട് പോകുമ്പോൾ ജോഷുവ കുറേ എങ്ങനെ ചത്തുകെട്ട് തീർന്നേ. പിറുപിറുത്തവന്മാരെല്ലാം, ദൈവിക പദ്ധതിക്കെതിരെ പിറുപിറുത്തവന്മാരെല്ലാം 40 കൊല്ലമായിട്ട് ഇവർ ഈ അതായത് അശുദ്ധ രക്തം ഒഴുകിപ്പോകാൻ ദൈവം എടുത്ത സമയമാണ് 40 കൊല്ലം. അവിശ്വസ്തത രക്തം ഉള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് 40 കൊല്ലം എടുത്തത്. കാരണം ഇവരുടെ കുഴിമാടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈജിപ്റ്റ് വരെയാണ് കുഴിമാടങ്ങൾ. എബ്രായർ 3:16-17 വചനങ്ങൾ. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മല്ലടിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്? അപ്പോൾ ഈജിപ്റ്റ് മുതൽ ഇസ്രായേൽ വരെ ശൗര്യങ്ങളാണ് അവരുടെ. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവസാനം ഫിൽട്ടർ ചെയ്തിട്ട് ലാസ്റ്റ് ഫിൽട്ടറിങ് വരുന്നുണ്ട്. എന്താ പറയുന്നത്? അത് ജോഷുവയുടെ ഫിൽട്ടറാണ്. ജോർദാൻ നദി കടന്നു കഴിയുമ്പോഴും വീണ്ടും ഫിൽട്ടറിങ് വരികയാണ്. എന്താ പറയണത്? നമ്മൾ ജോർദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. വാഗ്ദാന പേടകം ജോർദാൻ കടന്നിക്കരെ എത്തിയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാന പേടകം 40 വർഷത്തെ യാത്ര, നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച യാത്ര ഇവിടെ പരിസമാപ്തിയാകുകയാണ്. എനിക്ക് നിങ്ങളോട് ലാസ്റ്റായിട്ട് ഒന്നേ പറയാനുള്ളൂ. ദൈവത്തിൽ അവിശ്വസ്ത കാണിച്ചവരുടെ കുഴിമാടങ്ങളാണ് അവിടെ നിന്ന് ഇവിടം വരെ ഒരു വഴിക്കല്ല് പോലെ കിടക്കുന്നത്. ഇപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പിതാക്കന്മാരെ പോലെ മല്ലടിച്ച് നദിക്കക്കരെയുള്ള ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനമെടുക്കണം. വാഗ്ദാന നാട്ടിൽ നിങ്ങൾക്ക് സ്പേസില്ലെന്ന് പറയും. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാനിക്കും. അവ ലാസ്റ്റ് ഫിൽട്ടറിങ് ആണത്. കാരണം ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും വിശ്വസ്തോടും മാത്രമേ വാഗ്ദാനം പ്രാപിക്കത്തുള്ളൂ. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതാണ്, അതായത് ലാസ്റ്റ് നിമിഷം വരെ വിശ്വസ്തത വാഗ്ദാനം പാലിക്കുമ്പോൾ, വാഗ്ദാനത്തെ വിശ്വസ്ത കാണിക്കാത്ത ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് ഉടമ്പടിയുടെ വഴികളിൽ നില കിടക്കുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കാതിരുന്നവരുടെ നിയോഗങ്ങളുടെ ചത്തുമലർന്നിരിക്കണം നമുക്ക് കാണാം അറ്റം വരെ. നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിലും വിശ്വസ്തരാകുക, അല്ലെങ്കിൽ ഉടമ്പടി അവസാനിപ്പിക്കുക. ഇപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസ്തരാകാൻ വേണ്ടി നമ്മൾ വാഗ്ദാനം എപ്പോഴും പ്രാപിക്കുന്നത് വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് നമ്മൾ പറയുന്ന ഈ 6 കാര്യം മാത്രമായിരിക്കത്തില്ല. ദൈവത്തിന് മനസ്സിടങ്ങി, ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തിന് ബലപ്പെട്ടവനായി, ദൈവത്തിന് ബഹുമാനായി ഒരാൾ തോന്നിയാൽ ദൈവം ഓരോ നിമിഷവും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ തോന്നും ദൈവം എന്നെ പ്രിയങ്കരൻ, എനിക്ക് ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. കാര്യം A to Z കാര്യങ്ങൾ ദൈവം ഇടപെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.